എല്ലാവർക്കും നമസ്കാരം. ജൂൺ 2-ാം തീയതി നമ്മുടെ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഓരോ രാശിക്കാരുടെയും ഏകദേശ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. വീഡിയോ കാണുന്നതിന് മുമ്പായി ഏവരോടും എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു ജനറൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥകൾ, ദശാപഹാരങ്ങൾ ഇവയൊന്നും തന്നെ പരിഗണിച്ചുകൊണ്ടല്ല ഈ ഫലങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം യാതൊരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കാതിരിക്കുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, അനേകം വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ താരതമ്യേന വ്യൂസും അതിലൂടെ ലഭിക്കുന്ന സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കാണ് കൂടുതലായിട്ടും റീച്ചും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കിട്ടുന്നത് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ഏവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും നൽകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് മുഖവുരയായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ജനറലായിട്ട് വ്യാഴത്തെക്കുറിച്ചൊന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് വ്യാഴം 12 വർഷത്തിന് ശേഷമാണ് കർക്കിടകം രാശിയിലേക്ക് വരുന്നത്. കർക്കിടക രാശിക്ക് പ്രത്യേകതയുള്ളത് വ്യാഴത്തിന്റെ ഉച്ചരാശി കൂടിയാണ്. ഉച്ചരാശി ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കണക്കിലെടുത്താൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റിന് കുറച്ചുകൂടി ശക്തി കൂടുതലായിരിക്കുമെന്ന് സാമാന്യേന പറയാം. പിന്നെ കാലപുരുഷന്റെ 4-ാം ഭാവമായതുകൊണ്ടും വ്യാഴം വികാസത്തിന്റെ കാരകനായതുകൊണ്ടും തീർച്ചയായും 4-ാം ഭാവ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ലോകത്തിൽ മൊത്തമായിട്ടൊരു വികാസം കാണും എന്ന് പറയാം. 4-ാം ഭാവം കൊണ്ടും കർക്കിടകൻ രാശി കൊണ്ടും ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും കൃഷി, ഫാമിങ്, ഭക്ഷണം, അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സെക്യൂരിറ്റി, വീട്, കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ലോകം കൂടുതലായിട്ട് ആശ്രയിക്കുന്നതും ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്, വികാസം എന്നിവയൊക്കെ പോകുന്നതായിട്ട് സാധാരണയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂടുതൽ ആളുകളും ഇപ്പോൾ ഒരുപാട് പേര് മറ്റു പല രീതികളിലും ജോലികളിലുള്ള പ്രയാസം വരുമ്പോൾ ഫാമിങ്, കൃഷി എന്നിവയിലേക്ക് ആശ്രയിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ തന്നെ കുറച്ചുകൂടി അതിൽ നാച്ചുറലായിട്ടും ഓർഗാനിക്കുമായിട്ടുള്ള ഫാമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് തന്നെയാണ് ആളുകൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷണൽ സെക്യൂരിറ്റി, അതിനെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ മറികടക്കാം, നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമകളും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിനെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളുമൊക്കെ ആളുകൾ ചിന്തിച്ച് അതിനെ പറ്റി കൂടുതൽ ഗവേഷണം നടത്തി ആ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ ലോകത്ത് പൊതുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്, സ്ട്രക്ചർ, ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും നൂതനമായിട്ടുള്ള ആശയങ്ങളും ഒക്കെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്രയുമാണ് പ്രധാനമായിട്ടും വ്യാഴം 4-ാം ഭാവമായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് പോകുമ്പോൾ ലോകത്തിൽ കൂടുതലായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ട്രെൻഡുകൾ. ഇനി നമ്മൾക്ക് ഓരോരോ രാശിക്കാരുടെയും ഫലങ്ങളിലേക്ക് കടക്കാം. മേടം രാശിയിൽപ്പെടുന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. 9, 12 ഭാവാധിപതിയായ വ്യാഴമാണ് ഉച്ചസ്ഥാനമായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് 4-ാം ഭാവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാർക്ക് 4-ാം ഭാവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയാം. അനുഭവം ഗുണം തന്നെയാണ് കൂടുതലായിട്ടും പറയേണ്ടത്. വീട്, വാഹനങ്ങൾ, സ്വത്തുവകകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളും വികാസവും ഉണ്ടാകുമെന്ന് പറയാം. നിങ്ങൾ വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുവാനോ ഉദ്ദേശിച്ച് പ്രയത്നിക്കുന്ന ഒരാളാണെങ്കിൽ അതിനുള്ള ഒരു അനുകൂല സാഹചര്യം വളരെയധികം ഉണ്ടാകുമെന്ന് പറയാം. നിങ്ങളുടെ ജാതകത്തിലെ സമയം അനുകൂലമാണെങ്കിൽ ചാരവശാലുള്ള ഈ സ്ഥിതി വളരെയധികം അതിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ വാഹനങ്ങളോ സ്വത്തുവകകളോ ആയിട്ടുള്ള മറ്റ് ക്രയവിക്രയങ്ങളിലൂടെയുള്ള ധനലാഭവും നമ്മൾക്ക് സാമാന്യേന പറയാം.
കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും അനുകൂലമായിട്ടും വരുമെന്ന് സാമാന്യമായിട്ട് നമ്മൾക്ക് ഇതിലൂടെ പറയാൻ സാധിക്കും. ഉയർന്ന വിദ്യാഭ്യാസത്തിന് വിദേശവാസം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത്. തീർത്ഥയാത്ര അല്ലെങ്കിൽ വിദേശത്ത് ടൂർ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സാമാന്യമായിട്ട് നമ്മൾക്ക് പറയാം. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. 4-ാം ഭാവം കൊണ്ട് നമ്മളുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളെ കാണിക്കുന്നതായതുകൊണ്ട് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ടെൻഷനും മറ്റുള്ള പ്രയാസങ്ങളും ആങ്സൈറ്റികളൊക്കെ മറക്കാൻ വേണ്ടി ഇമോഷണലി സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറയാം. അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാൾ ആണെങ്കിൽ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും വളരെയധികം കാണുന്നുണ്ട്. ഇതൊക്കെ ജാതകത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് എങ്കിൽ തീർച്ചയായും അനുഭവത്തിൽ വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാതെ അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയുമാണ് മേടം രാശിക്കാർക്ക് 4-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിനെ കൊണ്ട് പ്രധാനമായും പറയേണ്ട ഫലങ്ങൾ. ഇനി നമ്മൾക്ക് അടുത്തത് ഇടവം രാശിയിലേക്ക് പോകാം. ഇടവം രാശിക്കാർക്ക് 8-11 ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ് 3-ാം ഭാവത്തിലേക്ക് വരുന്നത്. 3-ാം ഭാവം കൊണ്ട് നമ്മൾക്കറിയാം ധൈര്യം, സഹോദരങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്ന 2 കാര്യങ്ങൾ. ഒരുപാട് കാലമായിട്ട് ധൈര്യക്കുറവ് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടും നല്ല ശക്തമായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് എന്ന് തന്നെ സാമാന്യം പറയാം. നിങ്ങളുടെ മടി കൊണ്ടോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടോ ധൈര്യക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊക്കെ മടി പിടിച്ചു വെച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിർബന്ധപൂർവം തുടങ്ങേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നന്മയ്ക്ക് ഉതകുമെന്ന തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഇടവം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടത്. അല്പം ധൈര്യം കാണിക്കേണ്ട സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായും നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാതിരിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് 3-ാം ഭാവം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. മറ്റുള്ള ആളുകളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അതായത് കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയേണ്ടത്. 11-ാം ഭാവം മാർക്കറ്റിംഗ് ആണ്. ആളുകളെ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ജോലികൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ആണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളെ തന്നെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ സർവീസുകളിലോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെച്ചം ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇടവം രാശിക്കാർക്ക്. പിന്നെ അഷ്ടമാധിപൻ 3-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മീയമായിട്ടോ അല്ലെങ്കിൽ യോഗ സംബന്ധമായിട്ടോ എന്തെങ്കിലും സാധനകൾ മുമ്പേ ചെയ്തു വെച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വന്ന് തുടങ്ങാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. തീർച്ചയായും അല്പം ധൈര്യവും മടിയൊക്കെ മാറ്റി നല്ല രീതിയിൽ മുന്നോട്ടിറങ്ങേണ്ട ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാർക്ക് വരാനിരിക്കുന്നത്. ഏവർക്കും നല്ല ഒരു വ്യാഴമാറ്റം ആശംസിച്ചുകൊള്ളുന്നു. ഇനി നമ്മൾക്ക് അടുത്ത രാശിക്കാരിലേക്ക് പോകാം. മിഥുനം രാശിക്കാർക്ക് 2-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 2-ാം ഭാവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു ഭാവമാണ്. സമ്പത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഒരു ഭാവമായിട്ട് നമ്മൾ പറയും. 2-ൽ ഉച്ചനായിട്ടുള്ള വ്യാഴം വരുന്നത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറയാം.
7ഉം 10ഉം ഭാവാധിപൻ ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലൈഫ് പാർട്ട്ണറുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിന്നും ഉണ്ടാകുമെന്ന് പറയാം. നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ ചിലപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ അവിടെ വരാം. നമ്മുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചേക്കാം. ലൈഫ് പാർട്ട്ണർ തീർച്ചയായും അതിന് നല്ല രീതിയിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് തരും എന്നുള്ളതും അവിടെ ഒരു ഫലമായിട്ട് പറയാവുന്നതാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒത്തുചേർന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങി അത് വളരെ നല്ല രീതിയിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയായിട്ട് കലാശിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുവാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇനി വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടത് 2ാം ഭാവം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സ്ഥാനമായതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള വിശ്വസ്തത അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിശ്വസ്തതയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നല്ല രീതിയിൽ ദൃഢതയോടുകൂടി മുന്നോട്ട് പോകാൻ ഉതകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യാഴമാറ്റം മറ്റേത് രാശിക്കാരേക്കാൾ കൂടുതൽ ഏറ്റവും വലിയൊരു ഗുണം ചെയ്യുന്നത് ഈ പറയുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുണഫലം അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തി ഭാവി നല്ല രീതിയിൽ ഭദ്രമാക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് വന്നു ചേരുന്ന ധനവും അതുപോലെ തന്നെ അധികാരവും ദുർവിനിയോഗം ചെയ്യാതെ അത് നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് പിന്നീട് വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങളെ കറക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം രീതിയിലുള്ള പ്ലാനിംഗ് ആണ് നമ്മൾക്ക് വേണ്ടത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും മിഥുനം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റത്തെ കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് കർക്കിടകം രാശിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കർക്കിടകം രാശിക്കാർക്ക് 6, 9 ഭാവങ്ങളുടെ അധിപതിയായിട്ടുള്ള ഗുരുവാണ് ചാരവശാൽ കൂറിലേക്ക് വരുന്നത്. തീർച്ചയായും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. കാരണം 6ാം ഭാവാധിപതിയാണ് ഇവിടെ വ്യാഴം. വ്യാഴം കഫത്തിന്റെ കാരകനാണ്, അതുപോലെ തന്നെ സ്ഥൂലമായ ശരീരത്തിന്റെ കാരകനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിത്യേനയുള്ള ശീലങ്ങളിൽ വ്യായാമവും അതുപോലെ ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങളോ ഇല്ല എങ്കിൽ ഭക്ഷണം വർദ്ധിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ കഫം അല്ലെങ്കിൽ ശരീരത്തിന് വെയിറ്റ് കൂടിയിട്ടുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് പ്രധാനമായിട്ടും കർക്കിടകക്കൂറുകാർ ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ശ്രദ്ധിക്കേണ്ട ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇനി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പൊതുവെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. 9ാം ഭാവാധിപനായ ഒരു ഗ്രഹം ജന്മരാശിയിൽ ഉച്ചത്തിൽ വരുന്നത് തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. വിദേശയാത്ര അതുപോലെ തന്നെ വിദേശത്തുള്ള ഉപരിപഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ തീർത്ഥയാത്ര, ആത്മീയമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ, പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ഒരു വികാസം, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ആ പ്രയത്നം നിങ്ങൾക്ക് തുടരാവുന്നതാണ്. ആ വ്യക്തിത്വം കൊണ്ടുണ്ടാകുന്ന പബ്ലിക് ഇമേജും വർദ്ധിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്തുവാൻ വേണ്ടി നിങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾ വികസിപ്പിക്കുവാൻ വേണ്ടിയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയായിരിക്കും കൂടുതലായിട്ടും ഈ കാലഘട്ടങ്ങളിൽ വരിക. ഇത്രയുമാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ സംക്രമം കൊണ്ട് ഉണ്ടാകാൻ ഇടയുള്ള ഫലങ്ങളും അനുകൂല സാഹചര്യങ്ങളും. എല്ലാവർക്കും നല്ല ഒരു കർക്കിടക രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ സംക്രമം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മൾക്ക് ചിങ്ങം രാശിയുടെ ഫലങ്ങൾ നോക്കാം. ചിങ്ങം രാശിക്കാർക്ക് 5, 8 ഭാവങ്ങളുടെ അധിപതിയായി വ്യാഴം 12ലേക്ക് വരികയാണ്. 5ാം ഭാവത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സന്താനം, നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഫോളോവേഴ്സ്,
അതുപോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള ആക്ടിവിറ്റികൾ, റൊമാൻസ് എന്നിവയൊക്കെയാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ഭാവമാണ് 12ാം ഭാവം എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വിദേശവുമായി ബന്ധപ്പെടുത്താനുള്ള അവസരങ്ങളാണ് നിങ്ങൾ നോക്കി നടക്കുന്നതെങ്കിൽ ഈ ഒരു കാലഘട്ടം അതിന് അനുകൂലമായിട്ട് വരും എന്ന് പറയാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദേശ പഠനത്തിനും വിദേശവുമായി ബന്ധപ്പെട്ട ജോലികൾക്കും വളരെയധികം സാധ്യതകൾ ഉണ്ട്. 5ാം ഭാവാധിപൻ 12ൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ദൂരദേശത്തുള്ള ആളുകളുമായി ഒരു കണക്ടിവിറ്റി വന്ന് അതിലൂടെ ഉണ്ടാകുന്ന ധനലാഭവും ഗുണവും പ്രതീക്ഷിക്കാം. അഷ്ടമാധിപൻ 12ൽ നിൽക്കുന്നത് ഒരർത്ഥത്തിൽ വിപരീത രാജയോഗമാണ്. ഒരുപാട് സ്ട്രഗിളിന് ശേഷം ഉണ്ടാകുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ്. ഒരുപാട് കാലമായി നിങ്ങളുടെ ഐശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിന് വളരെയധികം ആക്കം അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് അതുപോലെയുള്ള പെട്ടെന്ന് ധനാഗമ മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വ്യാഴം 12ൽ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു നഷ്ടസ്ഥാനം അല്ല എന്ന് പറയാൻ സാധിക്കില്ല. അഷ്ടമാധിപനും കൂടി ആയതുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ വലിയ തിരിച്ചടികൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു നഷ്ടം വന്ന് അതൊരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിലേക്കും നിങ്ങളെ നയിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു സാധ്യതയും നമ്മൾക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനാകില്ല. കാരണം അഷ്ടമാധിപൻ 12ൽ നിൽക്കുമ്പോൾ ഒരു തകർച്ചയ്ക്ക് ശേഷമുള്ള ഉയർച്ചയെയാണ് കാണിക്കുന്നത്. അത് ഈ ഒരു സാഹചര്യത്തിലും സംഭവിച്ചുകൂടായികയില്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. എവർക്കും നല്ല ഒരു വ്യാഴമാറ്റം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മൾക്ക് കന്നി രാശിയുടെ ഫലങ്ങളിലേക്ക് പോകാം. കന്നി രാശിക്കാർക്ക് 4, 7 ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ് 11ാം ഭാവത്തിലേക്ക് പോകുന്നത്. 4ാം ഭാവം കൊണ്ട് വീട്, വാഹനം, അതുപോലെ സുഖം, മാതാവ്, ബന്ധുക്കൾ എന്നിവയൊക്കെയാണ് ചിന്തിക്കാറ്. ഈ ഭാവത്തിന്റെ അധിപതിയായി വ്യാഴം 11ൽ വരുന്നത് ഇത്യാദി കാര്യങ്ങളിലൂടെ നമ്മൾക്ക് ധനലാഭമോ നേട്ടമോ ഉണ്ടാകുമെന്ന് പറയാം. അമ്മയിലൂടെയുള്ള നേട്ടം, സ്വത്തുവകകൾ, വാഹനങ്ങൾ എന്നിവ വാങ്ങുവാനും അതിലൂടെ ഉണ്ടാകുന്ന ധനലാഭം, നമ്മുടെ നെറ്റ്വർക്കിംഗ്, നമ്മുടെ ബന്ധുക്കളുടെ ബലം അല്ലെങ്കിൽ എണ്ണം കൂടുക എന്നുള്ളതും നമുക്ക് ഇതുകൊണ്ട് പറയാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടന്ന് അതിലൂടെ നമ്മുടെ ബന്ധുബലവും പരിചയ സുഹൃത്തുക്കളുടെയൊക്കെ വലയങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അത് നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഗുണകരമാവുന്ന രീതിയിലുള്ള വളർച്ചകളും വരാം. 7ാം ഭാവാധിപതി 11ൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് പാർട്ട്ണർഷിപ്പുകളും വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിനുള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയവുമായിരിക്കും എന്ന് പറയാം. തീർച്ചയായിട്ടും 4ാം ഭാവവും 7ാം ഭാവവുമായി ബന്ധപ്പെട്ട വ്യാഴം 11ൽ നിൽക്കുന്നത് പൊതുവെ നല്ല ഐശ്വര്യദായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കന്നിരാശിക്കാർക്ക് പൊതുവെ വിവാഹം, അതുപോലെ പാർട്ട്ണർഷിപ്പ്, വാഹനം, സ്വത്തുവകകൾ, വീട്, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ എന്നിവയ്ക്കൊക്കെ വളരെ നല്ല ഒരു കാലഘട്ടമായിട്ട് പറയാം. ഏവർക്കും നല്ല ഒരു വ്യാഴത്തിന്റെ മാറ്റത്തെ ആശംസിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മൾക്ക് തുലാം രാശിയുടെ ഫലത്തിലേക്ക് കടക്കാം. തുലാം രാശിക്കാർക്ക് 3, 6 ഭാവങ്ങളുടെ അധിപതിയായിട്ടാണ് വ്യാഴം 10ാം ഭാവത്തിലേക്ക് വരുന്നത്. കർമ്മസ്ഥാനത്ത് ഉച്ചനായിട്ടുള്ള വ്യാഴം വരുന്നത് തീർച്ചയായും കർമ്മമേഖലയിൽ ഗുണങ്ങൾ ഉണ്ടാക്കുമെങ്കിലും 6ാം ഭാവാധിപതിയും 3ാം ഭാവാധിപതിയുമാണ് എന്നതുകൊണ്ട് ചില സ്ട്രഗിളുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും അതിജീവിക്കേണ്ടതായിട്ടും വരും. തീർച്ചയായും നമ്മളത് നല്ല രീതിയിൽ പരിഗണിച്ച് അതിജീവിക്കുകയാണെങ്കിൽ നല്ല ഒരു മാറ്റം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. 10ാം ഭാവം ആയി ബന്ധപ്പെട്ട് ജാതകത്തിൽ ദശാപഹാരകാലങ്ങൾ വളരെ അനുകൂലമാണെങ്കിൽ കർമ്മമേഖലയിൽ പുരോഗതിക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് തുലാം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം. 3 ഭാവാധിപതി 10ൽ നിൽക്കുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ, മീഡിയ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇവയിലൊക്കെ കൂടുതൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക്
വളരെയധികം ഗുണം ചെയ്യും. 6-ാം ഭാവം രോഗശുശ്രൂഷ, മെഡിക്കൽ മേഖലകളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഗുണം ചെയ്യും. 10-ാം ഭാവത്തിൽ ഉച്ചനായിട്ടുള്ള വ്യാഴം കർമ്മ മേഖലയിൽ വികാസം, അതായത് നമ്മൾക്ക് പ്രൊമോഷൻ ലഭിക്കുവാനോ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ വികസിപ്പിക്കുവാൻ ഉതകുന്ന ധനസഹായങ്ങളോ ലോണുകളോ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. തീർച്ചയായും നമ്മളത് ലഭിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ കർമ്മ മേഖലയ്ക്ക് പുഷ്ടി വരുത്തുവാൻ ശ്രമിക്കാവുന്നതാണ്. ഇത്രയുമാണ് തുലാം രാശിയെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം കൊണ്ട് പറയാവുന്ന ഫലങ്ങൾ. ഏവർക്കും നല്ല ഒരു വ്യാഴമാറ്റം ആശംസിച്ചു കൊള്ളുന്നു. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് 2-ാം ഭാവാധിപതിയും 5-ാം ഭാവാധിപതിയും ആയിട്ടുള്ള വ്യാഴം 9-ൽ ഉച്ചനായിട്ട് വരികയാണ്. 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ധനം, കുടുംബം, വാക്ക്, വിദ്യ എന്നിവയാണ്. ഈ ഭാവത്തിന്റെ അധിപതി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഭാഗ്യാനുഭവം, ധനപരമായിട്ടുള്ള സ്ഥിതിയിൽ ഉയർച്ചയും ഭാഗ്യാനുഭവവും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള സ്വസ്ഥത, ആളുകൾ തമ്മിലുള്ള വിശ്വസ്തത വർദ്ധിക്കുക എന്നിവയ്ക്കൊക്കെ വളരെ അനുകൂലമാണ്. ദീർഘനാളായിട്ട് കുടുംബത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദുഃഖങ്ങളും ഉള്ളവർക്ക് തീർച്ചയായും ഈ വ്യാഴത്തിന്റെ മാറ്റം വളരെ അനുകൂലമായിരിക്കും. 5-ാം ഭാവാധിപതി 9-ൽ നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുത്ത് അത് ലോകത്തിന് മുന്നിലെത്തിക്കാൻ വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. 5-ാം ഭാവം കൊണ്ട് നമ്മൾ സന്താനങ്ങളെയും അതുപോലെ ഫോളോവേഴ്സിനെയും ഒക്കെ ചിന്തിക്കാറുണ്ട്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് അതുപോലെയുള്ള കാര്യങ്ങളിൽ ഫോളോവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്ന ആളാണെങ്കിൽ, അതിനുവേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിരന്തരം പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരുന്നത്. പ്രത്യേകിച്ച് 4-ാം ഭാവ സംബന്ധിയായിട്ടുള്ള കർക്കിടകൻ രാശി സംബന്ധിയായിട്ടുള്ള ഭക്ഷണം, ഫാമിങ്, ട്രാവൽ, ടൂറിസം അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് ചെയ്യുന്നത് എങ്കിൽ വളരെ ഗുണഫലം ഉണ്ടാകുമെന്ന് പറയാം. 5-ാം ഭാവം സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാവമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് സന്താനങ്ങൾ മൂലം നേട്ടവും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് പറയാം. ലോട്ടറി അതുപോലെയുള്ള ഷെയർ മാർക്കറ്റ് ഇത്യാദി കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ തുണച്ചേക്കാമെങ്കിലും നമ്മൾ വലിയൊരു റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ അതിൽ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. ഇത്രയുമാണ് വൃശ്ചികം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ ഭാഗ്യാനുഭവങ്ങളും. ഇനി നമ്മൾക്ക് അടുത്ത രാശിയായിട്ടുള്ള ധനുരാശിയുടെ ഫലങ്ങളിലേക്ക് പോകാം. ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂറിന്റെ അധിപതിയും 4-ാം ഭാവാധിപതിയുമായിട്ടുള്ള വ്യാഴമാണ് അഷ്ടമത്തിൽ വരുന്നത്. കൂറിന്റെ അധിപതി അഷ്ടമത്തിൽ വരുന്നത് ഉച്ചനാണെങ്കിൽ തന്നെയും ചില പ്രയാസങ്ങൾ ആരോഗ്യപരമായിട്ട് ഉണ്ടാക്കാം. 4-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷവും നമ്മുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥയുമാണ്. 4-ാം ഭാവാധിപതി അഷ്ടമത്തിൽ വരുന്നതും വൈകാരികമായിട്ടുള്ള വിഷയങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാം. ഏറെക്കുറെ ചില സഡൻ ആയിട്ടുള്ള ശാരീരിക വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് ധനുരാശിക്കാർക്ക് വരാൻ പോകുന്നത്. അതിലൂടെ ചില പുതിയ അറിവുകളും ആ അറിവ് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ട് മാറാം. സൈക്കോളജി ആയി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാലഘട്ടം ആഴത്തിൽ റിസർച്ച് ചെയ്യുവാൻ ഉപകരിക്കും. നിങ്ങളുടെ തന്നെ മനസ്സിന്റെ അവസ്ഥയെയും ശാരീരികമായിട്ടുള്ള അവസ്ഥയെയും മറ്റുള്ള ആളുകളോടും അവസ്ഥകളോടും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനുമൊക്കെ ശരിയായ രീതിയിൽ കണ്ടെത്തി വിശകലനം ചെയ്ത് നല്ലൊരു ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വെൽനസ്, ഹീലിംഗ്, ശാരീരിക മാനസിക പ്രയാസങ്ങളെ ദൂരീകരിക്കുന്ന മേഖലകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ധനുരാശിക്കാർക്ക് അത്യാവശ്യം നല്ലൊരു കാലഘട്ടമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ 4-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്, സ്വത്ത്, വാഹനങ്ങൾ കാണിക്കുന്ന ഒരു ഭാവമാണ്. ഇത്തരത്തിലുള്ള വസ്തുവകകൾ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട് പഠനം ചെയ്യുന്ന ആളുകൾക്ക് 4-ാം ഭാവം കൊണ്ട് വിദ്യാഭ്യാസവും പറയാറുണ്ട്, അഷ്ടമം കൊണ്ട് റിസർച്ചും പറയാറുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മേഖലകളിൽ റിസർച്ച് ചെയ്യുവാനുള്ള ഒരു സാഹചര്യവും വരാൻ വളരെയധികം സാധ്യത കാണുന്നു. പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ്. ആരൂഢപതിയായിട്ടുള്ള അല്ലെങ്കിൽ കൂറിന്റെ അധിപതി അഷ്ടമത്തിൽ വരുന്നത് ആരോഗ്യപരമായിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാം എന്ന് കാണിക്കുന്നു. അപ്പോൾ ജാതകത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയമല്ല എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയുമാണ് ധനുരാശിക്കാർക്ക് വ്യാഴത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾക്ക് മകരം രാശിയെക്കുറിച്ച് നോക്കാം. മകരം രാശിക്കാർക്ക് 12ാം ഭാവാധിപതിയും 3ാം ഭാവാധിപതിയുമായിട്ടുള്ള വ്യാഴമാണ് 7ൽ ഉച്ചനായിട്ട് വരുന്നത്. 3ാം ഭാവം കൊണ്ട് സഹോദരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ അയൽവാസികൾ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള നമ്മളുടെ ശേഷി, ധൈര്യം എന്നിവയൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ നാഥനായിട്ടുള്ള ഗ്രഹം പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനത്ത് ഉച്ചനായിട്ട് വരുമ്പോൾ പുതിയൊരു ബിസിനസ്, നെറ്റ്വർക്കിംഗ് ശൃംഖല അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ കണ്ടെത്തി അതിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ഗുണപ്രദം ആയിട്ടുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ചും മകരക്കൂറുകാർ വളരെയധികം കർമ്മശേഷി, കർമ്മനൈപുണ്യം ഉള്ള ആളുകളാണ്. അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുവാൻ ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളെയും അതുപോലെ തന്നെ ആളുകളുടെ കൂട്ടങ്ങളെയും വളരെ നന്നായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. 12ാം ഭാവാധിപതി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്നും വിട്ട് അല്ലെങ്കിൽ വിദേശത്ത് അല്ലെങ്കിൽ ദൂരദേശത്തുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റി, അത് നേരിട്ടില്ല എങ്കിലും ഓൺലൈനിലൂടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനൊക്കെ സാധിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ധൈര്യക്കുറവ് മൂലം നിങ്ങളുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ കുറെ കാലമായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ആളാണ് എങ്കിൽ അതിന് വളരെയധികം ഇറങ്ങി പുറപ്പെടുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് കാലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം, സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം അത് നല്ല രീതിയിൽ നിറവേറ്റാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3ാം ഭാവാധിപതി 7 ചന്ദ്രന്റെ രാശി കൂടിയാണ്. ഈ ചന്ദ്രൻ കൃഷി, ഫാമിങ്, ഭക്ഷണം എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു കാരകത്വം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങാവുന്നതാണ്. പ്രത്യേകിച്ചും കാലപുരുഷന്റെ 4ാം ഭാവം ഇതുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു കൂട്ടായ്മയോടുകൂടി രൂപീകരിക്കാനുള്ള പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് മകരം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിട്ട് ഈ വ്യാഴമാറ്റത്തിൽ കാണേണ്ടത്. നമ്മൾക്ക് ഇനി കുംഭം രാശിയുടെ ഫലങ്ങളെക്കുറിച്ച് നോക്കാം. കുംഭം രാശിക്കാർക്ക് 11-2 ഭാവാധിപനായിട്ടുള്ള വ്യാഴം 6ാം ഭാവത്തിൽ ഉച്ചനായിട്ട് വരികയാണ്. 6ാം ഭാവം നമ്മൾക്കറിയാം ഒരു ശുഭത്വം ഉള്ളൊരു സ്ഥാനമല്ല. 2ാം ഭാവാധിപൻ 6ൽ നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. തീർച്ചയായും കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം സാമ്പത്തികമായിട്ടുള്ള ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ അശ്രദ്ധമായിട്ട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കുടുംബ ബന്ധങ്ങളിലും അതുപോലെ മറ്റുള്ള ബന്ധങ്ങളിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ശത്രുതകളും വിരസതകളും ഒക്കെ വരാം. അതിനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴം 6ാം ഭാവത്തിൽ ഉച്ചനായിട്ട് വരുന്നത് നമ്മൾക്ക് നമ്മുടെ ദിനചര്യകളൊക്കെ ക്രമപ്പെടുത്തുവാൻ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 6ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യയാണ്. നമ്മുടെ ചില വീക്ക്നെസ്സുകൾ, ബലഹീനതകൾ ഉണ്ടെങ്കിൽ അത് യഥാവിധി കണ്ടെത്തി, അതിലേക്ക് വെളിച്ചം വീശി യഥാവിധി കണ്ടെത്തി അതിനെ മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ മാറ്റുവാൻ വേണ്ട ക്രിയകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ആത്മീയമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ബലം വർദ്ധിപ്പിക്കുന്നതും ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. നമ്മുടെ ബലഹീനതകൾ ചിലപ്പോൾ പല ലെവലിൽ ആയിരിക്കാം. അത് ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലെവലിൽ ആയിരിക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ കണ്ടെത്തുവാനും കണ്ടെത്തിയതിന് ശേഷം അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി അത് മുന്നോട്ട് തുടരുവാനും വളരെയധികം നല്ലൊരു കാലഘട്ടമാണ്.
11ാം ഭാവാധിപതി 6ൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലോണുകളും മറ്റുള്ള രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ, പിന്നീട് ബാധ്യതയായേക്കാവുന്ന സാമ്പത്തിക സഹായങ്ങൾ ചിലപ്പോൾ വന്നു ചേരാനിടയുണ്ട്. അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തീർച്ചയായും കെയർഫുൾ ആവേണ്ടതാണ്. ഇത്രയുമാണ് കുംഭം രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾക്ക് മീനം രാശിയുടെ ഫലങ്ങൾ നോക്കാം. മീനം രാശിക്കാർക്ക് കൂറിന്റെയും 10ാം ഭാവത്തിന്റെയും അധിപതിയായിട്ടുള്ള വ്യാഴമാണ് 5ൽ ഉച്ചനായിട്ട് വരുന്നത്. 5ാം ഭാവം കൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പറയാം. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിലും തൻ്റെ വ്യക്തിത്വവും ആയി ബന്ധപ്പെട്ട കാര്യത്തിലും വളരെയധികം സർഗാത്മകമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം. അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തികൾ കാഴ്ചവെച്ച് തൻ്റെ ഇമേജ്, സമൂഹത്തിലുള്ള തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന സാഹചര്യവും ഇക്കൂട്ടർക്ക് ഉണ്ടാകുമെന്ന് പറയാം. ഏറെ നാളായി തുടങ്ങണം എന്ന് വെച്ച് പല കാരണങ്ങൾ കൊണ്ടും ഡിലേ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തുടങ്ങി മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ലഭ്യമാകുമെന്ന് പറയാം. അതുപോലെ തന്നെ ഫോളോവേഴ്സ്, സോഷ്യൽ മീഡിയകളും അതുപോലെ യൂട്യൂബ് പോലുള്ള ചാനലുകളും മറ്റും ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് വർദ്ധിക്കുവാനും ഇടയാകും എന്ന് പറയാം. പ്രത്യേകിച്ചും 4ാം ഭാവം, കാലപുരുഷന്റെ 4ാം ഭാവത്തിന്റെ കാരകത്വങ്ങളായിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ഫാമിങ്, കൃഷി, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഹീലിംഗ്, ട്രോമ പോലെയുള്ള കാര്യങ്ങളെ എങ്ങനെ നമ്മൾക്ക് മറികടക്കാം എന്നുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഡീൽ ചെയ്യുന്ന ആളുകൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മ മേഖല ഇത്തരത്തിൽപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോവേഴ്സിനെയും നിങ്ങളുടെ തന്നെ ഒരു കോൺഫിഡൻസ്, സെൽഫ് ഇമേജ് വർദ്ധിപ്പിക്കുവാനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിന്റെ മാറ്റം എന്ന് നിസ്സംശയം പറയാം. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഗുണമുണ്ടാകുമെങ്കിലും ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, അതുപോലെയുള്ള പെട്ടെന്ന് ധനം ഉണ്ടാക്കുവാനുള്ള എന്തെങ്കിലുമൊക്കെ കെണികൾ, അതിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ പെട്ടുപോകാനും അതിലൂടെ നമ്മൾക്ക് ലഭിച്ച ധനവും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ധനവും ഒക്കെ ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് പോകുവാനുള്ള സാധ്യതകളും നമ്മൾക്ക് കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുവാൻ എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്നിരുന്നാലും നമ്മൾക്ക് പൊതുവെ 12 രാശികളിൽ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഈ മാറ്റം ഗുണം ചെയ്യുന്ന ഒരു രാശിക്കാരാണ് ഈ പറയുന്ന മീനക്കൂറുകാർ. എവർക്കും നല്ല ഒരു വ്യാഴമാറ്റം ആശംസിച്ചുകൊള്ളുന്നു.